ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സിമ്പിളായിട്ടുള്ള ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടാലോ. നമുക്കിത് സ്നാക്കായിട്ട് മാത്രമല്ല കേട്ടോ, നമ്മളിനിയിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും നല്ല സിമ്പിളായിട്ടുള്ള ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ലാത്തൊരു റെസിപ്പിയും കൂടിയാണ്. ട്രൈ ചെയ്ത് നോക്കാത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് ആ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ളത് അര കപ്പ് മൈദ ആട്ടോ. അപ്പോൾ നമ്മളിത് 4 ഉണ്ടാക്കിയെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ അര കപ്പ് മൈദയും 1/4 കപ്പോളം നമ്മൾ പത്തിരിപ്പൊടി അരിപ്പൊടിയിൽ നമ്മൾ അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കൂലേ, ആ രീതിക്ക് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിൽ അരിപ്പൊടി ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ മൈദയൊക്കെ കുഴച്ചെടുക്കുന്നതിലും കുറച്ചധികം വെള്ളം ആവശ്യമുണ്ടാവും കേട്ടോ. നമ്മളിത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 കോഴിമുട്ട കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് മുട്ട ഇതുപോലെ ഒന്ന് കട്ടയായിട്ടുള്ളത്. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് അലിഞ്ഞോളും. അപ്പോൾ നമ്മളിത് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മളുടെ മുട്ടയൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു നുള്ളു ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് കൂടുതൽ നമുക്ക് ഒരു പിഞ്ചോളം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് കൂടുതൽ ഒരു 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് വീണ്ടും നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ. അതാ ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സാക്കിയിട്ട് നമുക്ക് ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാളയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സവാള ഒന്ന് കളറൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒന്നും കൂടി ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കേ. അപ്പോൾ ഇപ്പോൾ നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതിൻ്റെ ഒരു സ്മെല്ലൊന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്ന സമയത്ത് നമ്മളിതിലേക്ക് വീണ്ടും ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ട ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒരു സൈഡിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് ആറി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കേ. അപ്പോൾ ഇതൊക്കെ അങ്ങ് പെട്ടെന്ന് അങ്ങ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഒരുപാട് സമയം എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ 2 പീസാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ഓരോന്നും നന്നായിട്ട് പരത്തിയെടുക്കാം കേട്ടോ. നല്ല നൈസായിട്ട് തന്നെ പരത്തിയിട്ടെടുക്കുക. നമ്മളിത് 2 പീസും നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്ന് അതിൻ്റെ മുകളിൽ നിന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഇതിന് ഈ ഒരു ഇതിലേക്കാട്ടോ നമ്മളിനി മസാല ഒക്കെ ഇടാൻ വേണ്ടി പോകുന്നത്. ഇതിലേക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോ സൈഡിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മളിടുമ്പം എല്ലാം കൂടി ഒരുമിച്ചായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് കൈ വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് സൈഡിലോട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതിയേ. ഇപ്പോൾ നമ്മളിതാ ഇതിലേക്ക് എല്ലാ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് നമുക്കിതാവുന്ന ഒരു സ്ക്വയർ ഷേപ്പ് ആക്കിയിട്ട് ഇതുപോലൊന്ന് ആക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മസാലയിൽ കുറച്ച് ക്യാപ്സിക്കം കൂടി ചേർക്കാം കേട്ടോ. ക്യാപ്സിക്കം കൂടി ചേർക്കുമ്പോൾ ഒന്നുകൂടി മസാലയ്ക്ക് ടേസ്റ്റ് കൂടും കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ടൊമാറ്റോ സോസ് ആട്ടോ. ഇതും നമുക്ക് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മളിത് എല്ലാത്തിലേക്കും ഇതുപോലെ ഇങ്ങനെ ടൊമാറ്റോ സോസ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള ഈ ഒരു പീസും കൂടി ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ സൈഡ് ഭാഗവും ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ ഇന്ന് കൈ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. ഇനി ഒട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളം കൂടി ഒന്ന് ആക്കി കൊടുത്താൽ മതി. അത് പെട്ടെന്ന് അങ്ങ് ഒട്ടിപ്പിടിച്ച് കിട്ടുമേ. അപ്പോൾ ഇതിൻ്റെ ഓരോ സൈഡും ഇതുപോലെ ഒന്ന് കൈവച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലാതെ നമ്മളിത് എണ്ണയിലിടുന്ന സമയത്ത് അങ്ങനെ അങ്ങ് ഇളക്കി പോവും. എന്നിട്ട് അതിൽ മസാലയൊക്കെ അങ്ങ് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ മൈദ ആയതുകൊണ്ട് തന്നെ അങ്ങ് പെട്ടെന്ന് കുറച്ച് വെള്ളമാക്കി കൊടുത്താൽ ഒട്ടിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ 4 ഭാഗത്ത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് ഇത് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. നല്ലോണം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡ് നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറ്റിയിട്ടെടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെയ്യുന്നത് നമ്മളിത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് ഭാഗം ഒന്ന് തടിച്ച പോലെ നമുക്ക് കഴിക്കുന്ന സമയത്ത് അത് ഇങ്ങനെ വെന്ത് കിട്ടാത്ത പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ ആ ഭാഗം നന്നായിട്ട് കുക്കായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുമേ. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്കാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എണ്ണയിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ എണ്ണ കോരി ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ എണ്ണ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഇതിങ്ങനെ പൊങ്ങി വരും. പൊങ്ങി വന്നിട്ട് ഇതിൻ്റെ ആ ഒരു കളർ അങ്ങ് മാറി വരും കേട്ടോ. കളറൊന്ന് മാറി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് നന്നായിട്ട് കളറൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്തുള്ള കളറൊക്കെ അങ്ങ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 1-2 പ്രാവശ്യം ഇങ്ങനെ ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ കളർ മാറി വന്ന ഈ ഒരു സമയത്ത് നമുക്കിതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് കളറൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാ ഈ ഒരു സൈഡും കൂടി നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതിങ്ങനെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇറച്ചിയോ ചിക്കനോ ഒന്നുമില്ലാത്ത സമയത്ത് വെറും മുട്ട വെച്ചിട്ട് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഒരുപാട് സമയം എടുക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ. കുറേ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇത് ഒന്ന് തന്നെ കഴിച്ചാൽ നമ്മളെ വയറ് അങ്ങനെ അങ്ങ് നിറഞ്ഞോളേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായി ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ പിന്നെ കാണാം.